കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാരനായ ആദിവാസി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കൽപ്പറ്റ സ്വദേശി വിശ്വനാഥൻ മരിച്ച സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലുണ്ടായത്. മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതേസമയം ആദിവാസി യുവാവിന് നേരെ ആൾക്കൂട്ടമർദ്ദനം ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഭാര്യയുടെ പ്രസവത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ മോഷണം നടത്തിയെന്നാരോപിച്ച് ആൾക്കൂട്ടം അപമാനിച്ചതിനെ തുടർന്നാണ് വയനാട് കൽപ്പറ്റ പുഴമി പാറവയൽ കോളനിയിലെ വിശ്വനാഥൻ ജീവനൊടുക്കിയിരുന്നത്. വെള്ളിയാഴ്ച ആശുപത്രിയിൽ നിന്നും കാണാതായ വിശ്വനാഥനെ ശനിയാഴ്ച രാവിലെ 10:45ഓടെയാണ് ആംബുലൻസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒഴിഞ്ഞ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നത്. ഈ സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശിച്ചു. ഈ കേസ് കമ്മീഷൻ ഫെബ്രുവരി 21-ന് പരിഗണിക്കും. അതേസമയം ജീവനൊടുക്കിയ ആദിവാസി യുവാവിന് നേരെ ചിലർ മോഷ്ടാവെന്ന ആരോപണം ഉന്നയിച്ചിരുന്നതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP കെ സുദർശനൻ സ്ഥിരീകരിച്ചു. എന്നാൽ മോഷണം നടന്നതായി ഒരു പരാതി പോലും ലഭിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അത് അന്വേഷിക്കുന്നേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ CCTV ദൃശ്യങ്ങളെ പരിശോധിച്ച ശേഷം ബാക്കി പറയാൻ പറ്റും. അത് ആത്മഹത്യ തന്നെയാണ്. നമുക്ക് കഴുത്തില തൂങ്ങിയതിന്റെ ഒരു പരിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. മർദ്ദനം നടന്നതിന് വെളിവായിട്ടില്ല. കാരണം ഒരു മോഷ്ടാവണമെന്ന് പറഞ്ഞിട്ട് ആരോപിച്ചെന്നൊരു പറയുന്നുണ്ട്. അത് മർദ്ദനം നടന്ന എന്ന് പറയുന്നില്ല. CCTV പരിശോധിക്കണം. വിശ്വനാഥനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർ ഇല്ലാത്ത മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ ഭാര്യാമാതാവ് ടി ലീല കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വനാഥന്റെ ബന്ധുക്കളുടെയും ആരോപണവിധേയരായ മെഡിക്കൽ കോളേജ് സുരക്ഷാ ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃ ശിശു കേന്ദ്രത്തിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.